ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഇപ്പോൾ കണ്ടിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ട്രിപ്പ് പോയി. അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വെച്ച് ഇരുന്നപ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ട്രിപ്പും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടിയില്ല. വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ. അതായിരുന്നു കാണാൻ. അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓണം ദേ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണം സീരീസും വ്ളോഗ്സും ഒക്കെ ഇഷ്ടം പോലെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആദ്യം പെൻഡിങ് ആയതൊക്കെ നമുക്ക് വേഗം വേഗം എഡിറ്റ് ചെയ്തിടാന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് എനിക്ക് തന്നെ പണി. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞങ്ങളിത് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ട്രെയിൻ കയറി തൃശ്ശൂരിലോട്ട് പോവാണ് കേട്ടോ. ഞാനും വലിയമ്മയും വലിയച്ഛനും അമ്മുചേച്ചിയും സ്വാതി എല്ലാവരും കൂടിയാണ് പോകുന്നത്. നമ്മളവിടെ 2 ദിവസം നിൽക്കാൻ പോവാണ്. അവിടെ അഞ്ജുചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീടാണ് കേട്ടോ. ഞങ്ങൾ കല്യാണത്തിന്റെ ടൈമിലൊക്കെ പോയിട്ടുണ്ട്. അമ്മുചേച്ചി ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. കാരണം അവൾ മാരേജിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായില്ലല്ലോ. അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ അവിടെ ഒരു 12 മണി ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അനീഷയുടെ അപ്പളേക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നും കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട്ടിലേക്ക്. ഇതിന് മുമ്പ് ഇപ്പോൾ ഞാൻ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലേക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടൊരു ഓർമ്മയുണ്ട് കേട്ടോ. വീട്ടിലെത്തി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇതേ നമ്മൾ പുറത്തു പോയി ഇറങ്ങുകയാണ്. അഞ്ജുജിക്ക് ഉച്ചയ്ക്ക് ഡെന്റൽ ക്ലിനിക്കിൽ അലൈനേഴ്സ് ഇടാനുള്ള ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത്. ഷൂലേക്ക് പോയപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒരു ചുരിദാർ ടൈപ്പ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഞങ്ങൾ കാണാത്ത അമ്പലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു. കയ്യിലാണെങ്കിൽ കുറേ ജീനും ടോപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നാൽ എല്ലാവർക്കും പോയിട്ട് കുർത്തി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ വൈമോളിക്ക് പോയിട്ടോ. അതിൻ്റെ ഉള്ളിൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സൊക്കെ അന്വേഷിച്ചെടുത്തു. ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.